യുദ്ധകളങ്ങളിൽ ഇനി പീരങ്കികളെക്കാളും മിസൈലുകളെക്കാളും ശബ്ദമുണ്ടാക്കുക ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഈ കുട്ടി ഡ്രോണുകൾ തന്നെയാണ്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള റോബോട്ടിക് യുദ്ധം ഇപ്പോൾ നമ്മുടെ അതിർത്തിക്കപ്പുറത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നൂറുകണക്കിന് ഡ്രോണുകൾ ഒരൊറ്റ മനസ്സ് പോലെ ആകാശത്ത് ശത്രുവിനെ വളയുന്ന കാഴ്ച ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനെ നേരിടാൻ നമ്മുടെ സൈന്യം തയ്യാറെടുക്കുന്ന രീതിയും ഏതൊരു ഇന്ത്യക്കാരനിലും ആവേശമുണർത്തുന്നത് തന്നെയാണ്. ചൈനീസ് ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം വെറും ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, മറിച്ച് യുദ്ധം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. ഈ ചൈനീസ് വെല്ലുവിളിയെ നിസ്സാരമായി കാണാനാകില്ല. അതിനേക്കാൾ കരുത്തുറ്റ മറുപടി നൽകാൻ തന്നെയാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. അതിർത്തിയിലെ ഓരോ ഇഞ്ചും സംരക്ഷിക്കാൻ മിഷൻ സുദർശന ചക്ര പോലുള്ള വമ്പൻ പദ്ധതികളാണ് സൈന്യം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. മിസൈലുകൾക്ക് പകരം വെളിച്ചത്തിന്റെ വേഗതയിൽ ഡ്രോണുകളെ ചുട്ടുചാമ്പലാക്കുന്ന ലേസർ ആയുധങ്ങളും ശത്രുവിന്റെ ഡ്രോണുകളുടെ സിഗ്നൽ ജാം ചെയ്യുന്ന ഹൈടെക് ഇലക്ട്രോണിക് യുദ്ധമുറകളും ഇന്ത്യ പരീക്ഷിച്ചു വരികയാണ്. എന്താണ് നിലവിലെ സാഹചര്യം എന്നല്ലേ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ചൈന വികസിപ്പിച്ചെടുത്ത അറ്റ്ലസ് ഡ്രോൺ സ്വാം സംവിധാനം യുദ്ധകളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. 100ഓളം ഡ്രോണുകൾ ഒരേ സമയം ഒരു ശൃംഖലയായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഇന്റലിജൻസ്ഡ് വാർഫെയർ എന്ന ആശയത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഏകദേശം 96 ഡ്രോണുകളെ ഒരൊറ്റ ഓപ്പറേറ്റർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത് സൈനികരുടെ ജോലിഭാരം കുറയ്ക്കുകയും ആക്രമണത്തിന്റെ വേഗതയും അതുപോലെ തീവ്രതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ്. ഈ ഡ്രോണുകൾ സ്വാം ഇന്റലിജൻസ് ഉപയോഗിച്ച് പരസ്പരം വിവരങ്ങൾ കൈമാറുകയും അൽഗോരിതങ്ങൾ വഴി സ്വയം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ പകുതിയോളം ഡ്രോണുകൾ തകർക്കപ്പെട്ടാലും ബാക്കിയുള്ളവർക്ക് ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കും. സ്വാം 2 എന്ന ലോഞ്ചർ വാഹനം ഉപയോഗിച്ച് വെറും 5 മിനിറ്റിനുള്ളിൽ 96 ഡ്രോണുകളെ ആകാശത്തെത്തിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ലക്ഷ്യസ്ഥാനത്തുള്ള വ്യാജ വാഹനങ്ങളിൽ നിന്ന് യഥാർത്ഥ കമാൻഡ് വാഹനത്തെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ ശേഷിയുള്ളതാണെന്നും പരീക്ഷണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സാങ്കേതിക വിദ്യ വലിയ സുരക്ഷാ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. പ്രധാനമായും ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ചൈനയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിലാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത്. ഹിമാലയൻ അതിർത്തികളിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക്സ് പാതകളും പോസ്റ്റുകളും തകർക്കാൻ ഇവ ഉപയോഗിക്കപ്പെട്ടേക്കാം. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ എത്തുമ്പോൾ പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ മുഴുവനായി തടയുക എന്നത് പ്രയാസകരം തന്നെയാണ്. ടിബറ്റിലെ വികസിത പാതകളിലൂടെയുള്ള ഈ ലോഞ്ചറുകൾ എളുപ്പത്തിൽ നീക്കാനും വിന്യസിക്കാനും ചൈനയ്ക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഈ ഭീഷണിയെ നേരിടാൻ ഇന്ത്യ മിഷൻ സുദർശന ചക്ര പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഡ്രോൺ കൂട്ടങ്ങളെ നേരിടാൻ കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന ഡയറക്റ്റ് എനർജി വെപ്പൺസ് വികസിപ്പിക്കാനും ആധുനിക സാക്ഷ്യം കമാൻഡ് സിസ്റ്റം ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്താനുമാണ് ഇന്ത്യ ഇവിടെ ലക്ഷ്യമിടുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷങ്ങളിലും അമേരിക്ക ഇറാൻ തർക്കങ്ങളിലും കണ്ടതുപോലെ ആധുനിക യുദ്ധമുഖങ്ങളിൽ ഡ്രോണുകൾ ഇന്ന് നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നല്ല. കാരണം എല്ലാവർക്കും ഇത് അറിയാം. ഈ സാഹചര്യത്തിലാണ് ചൈനീസ് ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് വേണ്ടി അറ്റ്ലസ് എന്ന സമഗ്രമായ ഡ്രോൺ സാം ഇക്കോസിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്നത് പോലും. കേവലം ഡ്രോണുകൾ വിക്ഷേപിക്കുന്ന ഒരു യന്ത്രം എന്നതിലുപരി ട്രക്കുകളിൽ ഘടിപ്പിച്ച വിക്ഷേപണം പ്ലാറ്റ്ഫോമുകൾ, 100ലധികം ഡ്രോണുകളെ ഒരേ സമയം നിയന്ത്രിക്കാൻ ശേഷിയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമാൻഡ് സിസ്റ്റങ്ങൾ, വാർത്താവിനിമയ റിലേ യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ യുദ്ധ സന്നാഹം തന്നെയാണ് ഇതിലൂടെ ചൈന ഒരുക്കിയിട്ടുള്ളത്. നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധമുറകളിൽ അധിഷ്ഠിതമായ ഇതിന്റെ ഡിജിറ്റൽ ഘടനയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷ് നെറ്റ്വർക്കിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്നിവ സമ്മേളിക്കുന്നുണ്ട്. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വാം ഇന്റലിജൻസ് തന്നെയാണ്. പക്ഷിക്കൂട്ടങ്ങളോ ഉറുമ്പുകളോ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെ ഓരോ ഡ്രോണും ഒരേ സമയം സെൻസറായും പോരാളിയായും വാർത്താവിനിമയ ഉപകരണമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. യുദ്ധകളത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് തത്സമയം തീരുമാനങ്ങൾ എടുക്കാനും ഏതെങ്കിലും ഡ്രോണുകൾ തകർക്കപ്പെട്ടാൽ ബാക്കിയുള്ളവ സ്വയം ദൗത്യം പുനഃക്രമീകരിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ 100ഓളം ഡ്രോണുകളെ വിക്ഷേപിക്കാൻ അറ്റ്ലസ് സിസ്റ്റത്തിന് സാധിക്കും. ഓരോ 3 സെക്കൻഡിലും ഓരോ ഡ്രോൺ വീതം വിക്ഷേപിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ വേഗത പറയുന്നത്. നിരീക്ഷണം, ഇലക്ട്രോണിക് യുദ്ധമുറകൾ, കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇവ പ്രാപ്തവുമാണ്. ശത്രുവിന്റെ റഡാറുകളെ പ്രവർത്തനരഹിതമാക്കാനും വാർത്താവിനിമയ ബന്ധങ്ങൾ തകർക്കാനും ഇതിന് സാധിക്കും. മനുഷ്യന്റെ ഇടപെടൽ കുറഞ്ഞ ഇത്തരം സ്വയം ഭരണാധികാരമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലെ ധാർമ്മിക വശങ്ങൾ ആഗോളതലത്തിലെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം സംവിധാനങ്ങൾ ചൈന വിന്യസിച്ചിരിക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യൻ സൈനിക നീക്കങ്ങൾക്കും അതിർത്തിയിലെ സൈനിക താവളങ്ങൾക്കും ഇത് ഭീഷണി ഉയർത്തുന്നുണ്ട്.
പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്തരം ഡ്രോൺ കൂട്ടങ്ങളെ നേരിടാനുള്ള പരിമിതികളുമുണ്ട്. അതിനാൽ ലേസർ ആയുധങ്ങൾ, ഇലക്ട്രോണിക് ജാമറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിൽ ഇന്ത്യ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത് ഈ ഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. വലിയ യുദ്ധവിമാനങ്ങളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോൺ കൂട്ടങ്ങളിലേക്കുള്ള ഈ മാറ്റം ആധുനിക പ്രതിരോധ തന്ത്രങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്നതാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം ഒരുപാട് മാറിയിട്ടുണ്ട്. മിസൈലുകളിൽ നിന്നൊക്കെ മാറി താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഡ്രോൺ കൂട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ചൈനീസ് ഇലക്ട്രോണിക് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ വികസിപ്പിച്ച അറ്റ്ലസ് സിസ്റ്റം ഈ മാറ്റത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എന്നതാണ് പറയാനുള്ളത്. ഈ സംവിധാനം എന്നത് കേവലം ഡ്രോണുകളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംയോജിത യുദ്ധ ഇക്കോസിസ്റ്റം തന്നെയാണ്. ഏറ്റവും കരുത്ത് എന്ന് പറയുന്നത് സ്വാം ഇന്റലിജൻസ് തന്നെയാണ്. പ്രകൃതിയിലെ പക്ഷിക്കൂട്ടങ്ങൾ ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേർന്ന് പറക്കുന്നത് പോലെ ഈ ഡ്രോണുകൾ പരസ്പരം വിവരങ്ങൾ കൈമാറുകയും തത്സമയം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സെൻട്രൽ കമാൻഡ് സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി കാത്തു നിൽക്കാതെ തന്നെ യുദ്ധകളത്തിലെ പോരാട്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആക്രമണ രീതികൾ മാറ്റാനും പുതിയവ കൊണ്ടുവരാനും ഇവയ്ക്ക് സാധിക്കും. ഇതിലൂടെ ഡ്രോൺ തകർക്കപ്പെട്ടാൽ പോലും ദൗത്യം പരാജയപ്പെടാതെ ബാക്കിയുള്ള ഡ്രോണുകൾക്ക് കൃത്യമായിട്ട് ലക്ഷ്യം പൂർത്തിയാക്കാനും സാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ മെക്കാനൈസ്ഡ് വാർഫെയർ എന്നായിരുന്നു മുൻഗണന എങ്കിൽ ഇപ്പോൾ ചൈന ഇന്റലിജൻസ് ആൻഡ് വാർഫെയർ എന്ന ആശയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ട്രക്കുകളിൽ ഘടിപ്പിച്ച വിക്ഷേപണ യൂണിറ്റുകൾ വഴി വെറും 5 മിനിറ്റിനുള്ളിൽ 100ഓളം ഡ്രോണുകളെ വിന്യസിക്കാൻ ചൈനയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ 3 സെക്കൻഡിലും ഒരു ഡ്രോൺ വീതം വിക്ഷേപിക്കപ്പെടുന്നതിനാൽ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കില്ല. റഡാറുകളെ ജാം ചെയ്യാനും കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾ നടത്താനും അതിർത്തിയിലെ വാർത്താവിനിമയ ബന്ധങ്ങൾ തകർക്കാനും ഈ ഡ്രോൺ കൂട്ടങ്ങൾക്ക് ശേഷിയുമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക് പാതകളെയും മുൻനിര സൈനിക താവളങ്ങളെയും നിശേഷം തകർക്കാൻ ഇതിന് സാധിക്കും. പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സാധാരണയായി വിമാനങ്ങളെയോ വലിയ മിസൈലുകളെയോ തടയാനാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. ഒരേ സമയം 100 കണക്കിന് ചെറിയ ഡ്രോണുകൾ എത്തുമ്പോൾ ഇത്തരം സംവിധാനങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത ഏറെയുമാണ്. കൂടാതെ ഈ ഡ്രോണുകൾക്ക് യഥാർത്ഥ ലക്ഷ്യങ്ങളും വ്യാജ ലക്ഷ്യങ്ങളും തിരിച്ചറിയാൻ കഴിയുമെന്നത് ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. എന്തായാലും ഈ ഭീഷണി നേരിടാൻ വേണ്ടി ഇന്ത്യ കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലേസർ ആയുധങ്ങൾ, ഇലക്ട്രോണിക് ജാമറുകൾ എന്നിവ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. മിസൈലുകൾ ഉപയോഗിച്ച് ഓരോ ഡ്രോണിനെയും വെടിവെച്ചിടുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രോൺ കൂട്ടങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധത്തിന് കരുത്ത് പകരുന്നത് തന്നെയാണ്. സൈനിക താവളങ്ങൾക്ക് ചുറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ മൾട്ടി ലെയർ പ്രതിരോധ കവചങ്ങൾ ഒരുക്കുക എന്നതാണ് ഇതിന്റെ ഏക പോംവഴി. എന്തായാലും ചൈന ഒരുക്കിയ ഈ വജ്രായുധം ഇന്ത്യ എങ്ങനെ തകർക്കുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.